ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഒരു പുണ്യാത്മാവിൻ്റെ സ്മാരക മ്യൂസിയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശങ്കർ സ്മാരക ദേശീയ കാർട്ടൂൺ മ്യൂസിയം. ആരാണെന്ന് അറിയാമല്ലോ, നമ്മുടെ ലോക പ്രശസ്തനായ കാർട്ടൂണിസ്റ്റ്, കായംകുളത്തിൻ്റെ മണ്ണിൽ പിറന്ന മറ്റൊരു മഹാൻ കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക ദേശീയ കാർട്ടൂൺ മ്യൂസിയം 2014 ജൂലൈ 31 9 വർഷമായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. അധ്യക്ഷൻ ശ്രീ കെ സി ജോസഫ്, അന്നത്തെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി, സാന്നിധ്യം അറിയിച്ചത് പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല, സർവശ്രീ ബഹുമാനപ്പെട്ട അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, പിന്നെ അന്നത്തെ നമ്മുടെ കായംകുളത്തിൻ്റെ ഒരു നല്ല MLA എന്ന് എടുത്ത CK സദാശിവൻ MLA, KC വേണുഗോപാൽ MP, ശ്രീമതി സൈറ നുജുമുദ്ദീൻ കായംകുളം നഗരസഭ അന്നത്തെ അധ്യക്ഷ, N പത്മകുമാർ IAS ജില്ലാ കളക്ടർ 2014, ശ്രീമതി സെലീന കൗൺസിലർ കൃഷ്ണപുരം, അക്കാലഘട്ടത്തിലെ ചെയർമാൻ K ഫ്രാൻസിസ് അവർകൾ, കേരള ലളിതകലാ അക്കാദമി വൈക്കം MK ഷിബു സെക്രട്ടറി, ശ്രീ അദ്ദേഹം കേരള ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു. വളരെ ബൃഹത്തായിട്ടുള്ള ഒരു മ്യൂസിയം. അപ്പോൾ ഇവിടെ ഒരു ഭയങ്കരമായൊരു നല്ല പ്രദർശനം നടത്തുകയാണ്. കുട്ടികളെയൊക്കെ കൊണ്ടുപോയി നമുക്ക് കാണിക്കാം. വളരെ സാംസ്കാരിക മൂല്യങ്ങളും ഇമാജിനേഷൻ, അവരുടെ ഭാവന എന്നിവ ഉണർത്തുന്ന മഹത്തായിട്ടുള്ളൊരു മ്യൂസിയം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ പ്രവർത്തന സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെ. എൻട്രി ഓൺ പാസ് ഓൺലി. പ്രവേശനം പാസ് മൂലം കുട്ടികൾക്ക് 5, മുതിർന്നവർ 10 രൂപ. തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു മഹത്തായിട്ടുള്ളൊരു അക്കാഡമിയാണിത്. നമ്മുടെ കായംകുളത്തുകാർക്ക്, അവർക്കെല്ലാവർക്കും, നമ്മുടെ നാട്ടുകാർക്ക് അറിയുക. അതേപോലെ കൃഷ്ണപുരം, കായംകുളത്ത് നിന്ന് ഉദ്ദേശം ഒരു 4 കിലോമീറ്റർ തെക്കോട്ട് മാറി. ഓച്ചിറയിൽ നിന്ന് അതുപോലെ 4 കിലോമീറ്റർ. ഇപ്പോൾ നടക്കുന്നൊരു മഹായാനം ചിത്രകലാ പ്രദർശനം കൂടെ നടക്കുന്നൊരു സമയമാണിത്. അതായത് SN ലാറിയോസ് എന്ന ഒരു ചിത്രകാരൻ്റെ, പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. പുള്ളി എവിടെ ഉള്ള കാര്യങ്ങൾ അറിയില്ല. ഞാൻ താമസിച്ചാണ് ഇവിടെ നിന്ന്. അതുകൊണ്ട് ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇതുകൊണ്ട് കാണിയാണ് കുട്ടികളുടെ ഭാവനയും കാര്യങ്ങളും, ഈ ചിത്രകലാ സംബന്ധം, ശില്പകല, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കാര്യങ്ങൾ കിട്ടാനും, മറ്റൊരു കാഴ്ചപ്പാടുണ്ടാകാനും, ലോക കലകളെ അല്ലെങ്കിൽ ശില്പകലകളെ, ഇപ്പോൾ പിക്കാസോ, ഡാവിഞ്ചി, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കലാകാരന്മാരിലേക്ക് അവരുടെ സൃഷ്ടികൾ ലോകത്തെ നമ്മുടെ കുട്ടികൾക്ക് അറിയാനും നമ്മൾക്ക് അതിനെ താല്പര്യമുള്ളവർക്ക് അറിയാനും പറ്റിയൊരു അവസരമാണ് ഈ വന്നിരിക്കുന്നത്. ഡിസംബർ 11 മുതൽ 16 വരെ. ഡിസംബർ 11 മുതൽ 16 വരെ. 16 വരെ ഉള്ളൂ ഇല്ലയാണോ? 16 വരെ ഉള്ളൂ. 16 വരെ ഉള്ളതെന്നാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ സെക്യൂരിറ്റി. അണ്ണൻ്റെ പേരെന്തോ? ഗോവൽ. 16 വരെ ഉള്ളൂ ചിത്രപ്രദർശനം ഇല്ലേ? അല്ലണ്ണ, നമ്മുടെ ചിത്രപ്രദർശനം അത് 16 വരെ ഉള്ളൂ. 16 വരെ ഉള്ളൂ അല്ലേ? തുടങ്ങി. ഈ ചിത്രങ്ങൾ മാത്രം, ശില്പങ്ങളില്ല. ശില്പങ്ങൾ ആണ് ആണല്ലേ? നമ്മുടെ കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ പേരിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഇവിടെ ഡൽഹിയിലും മ്യൂസിയം ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരില്ലേ? പാവകളുടെ മ്യൂസിയം ഇദ്ദേഹത്തിൻ്റെ. അത് നമ്മൾ അഭിമാനിക്കേണ്ട ഒരു മലയാളികളിലാണ്. ഒരു കായംകുളത്തുകാരൻ്റെ, ഒരു കായംകുളത്ത് ജനിച്ചവരില്ലേ? നമ്മളെപ്പോലെ സാധാരണക്കാരനായിട്ടുള്ള അത് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. സർക്കാരിൻ്റെ മുദ്രയുള്ള മുദ്രയുള്ള, ഇപ്പോഴും സർക്കാരിൻ്റെ ആനയും ആ ശംഖ് മുദ്ര, തിരുവിതാംകൂറിൻ്റെ ആ ഒരു ചിഹ്നമാണ് ശംഖ് മുദ്രയും കാര്യങ്ങളുള്ള കായംകുളത്തെ രാജകീയമായ ബോയ്സ് സ്കൂള്. നമ്മുടെ ബസേലിയസ് കത്തോലിക്ക പള്ളിക്ക് ഓപ്പോസിറ്റുള്ള ബോയ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ സ്കൂളിൽ പഠിച്ച ഒരു മഹാനാണ്. പുള്ളി ഇവിടുത്തുകാരൻ തന്നെ അല്ലേ? കായംകുളത്ത് ശങ്കർ. കായംകുളത്ത് ജനിച്ച് വളർന്ന്, എനിക്ക് തോന്നുന്നു നാട്ടിൽ അദ്ദേഹത്തിന് വേണ്ട അത്ര ഒന്നും അംഗീകാരം ആർക്കും അറിയത്തില്ലെന്നാണ് സത്യത്തിലോ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും. അത് വെളിയിലായിരുന്നു ആള്. ഇതുപോലുള്ള ബുദ്ധിജീവികൾ OV വിജയന,
ഇങ്ങനെ അതുപോലൊക്കെയുള്ള ബുദ്ധിജീവി അവരൊക്കെ ഈ ജനിച്ച നാട്ടിൽ നിന്ന് വിട്ട് സെറ്റിലായ അങ്ങനെ പോയ ആൾക്കാരാണ്. മനസ്സിലായില്ലേ? കല അത്രമാത്രം നല്ല പ്രതിഭകൾ. പക്ഷേ ഡൽഹിയിൽ പാവ മ്യൂസിയം ഉണ്ട് ശങ്കറിൻ്റെ. ഇപ്പോൾ അതാണ് നമ്മൾ പാവകളുടെ മ്യൂസിയം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം എല്ലാവരും വന്ന് കാണുക, സഹകരിക്കുക. വലിയ പാസും കാര്യങ്ങളും ഒന്നും ഇല്ല. ഒത്തിരി അല്ലാതൊക്കെയുള്ള എന്തുമാത്രം മേളകളും കാര്യങ്ങളും ഫുഡ് ഫെസ്റ്റിവലിനും എല്ലാം പോയി നമ്മൾ പോകും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. വളരെ ശാന്തമായിട്ട് കണ്ടില്ലേ ലോകോത്തര സൃഷ്ടികൾ. കുട്ടികളുടെ തിങ്കളാഴ്ച അവധിയാണ്. എന്താ പിന്നെ ഇത് പ്രദർശനം ആർട്സിൻ്റെ ഉള്ളപ്പോൾ തിങ്കളാഴ്ച അവധിയില്ല, ബാക്കിയുള്ളപ്പോൾ തിങ്കളാഴ്ച അവധിയാണ്. തിങ്കളാഴ്ച അവധിയോ? എന്താ ഇവിടെയും പാലസൊക്കെ അവധിയാണ് തിങ്കളാഴ്ച ദിവസം, ഞായറാഴ്ച വർക്കിംഗ്. ഓ ആ, അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയാണ് അവിടെ വളരെ വിലപ്പെട്ട ഒരു വിവരമാണ് അണ്ണന. താങ്ക് യു വെരി മച്ച്. പേരെന്തായിരുന്നു? വളരെ ഞായറാഴ്ച വളരെ അധികം സന്ദർശകർ വരുന്നുണ്ട് ഇല്ലയാണ്. ആ ഒരു അവർക്കും ലീവ് വേണം കാര്യങ്ങൾ. കാരണം അവരെ ഇതിനൊക്കെ വേണ്ടി പ്രവർത്തനക്ഷമതയായ ഫുൾ ടൈം ഫണ്ടും കാര്യങ്ങളും വേണം. പിന്നെ പ്രവർത്തിക്കാൻ ഇതുപോലുള്ള ആൾക്കാർ, ഇവരെ പോലെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരുടെ ഒരു ഇത് വേണം. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് തിങ്കളാഴ്ച അപ്പോൾ ലീവ്. കാരണം തിങ്കളാഴ്ച ആദ്യം ആ സന്ദർശകർ കാണത്തില്ല, വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ അല്ല. ഓഫീസുകൾ, സ്കൂളുകൾ, കാര്യങ്ങളെല്ലാം തുറക്കുക ഏത് സമയം. ഇപ്പം ഞായറാഴ്ചയാണ് മാക്സിമം ആളുകൾ ഇവിടെ വരുന്നത്. കലകളെ സ്നേഹിക്കുന്നവർ, എന്താണെന്ന് അറിയുന്നവർ. നിങ്ങൾക്ക് ഒരു കലകളെ പറ്റി അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ളടത്ത് വരണം ഇല്ലണോ? ഇതുപോലടുത്ത് വന്ന് ഇതുപോലുള്ള മഹാന്മാരുടെ കലകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, കലകൾക്ക് വേണ്ടി ജീവിച്ച മഹത്തായ ലക്ഷ്യങ്ങൾ കണ്ടിട്ടോ അങ്ങനെ ഉള്ള ആൾക്കാരുടെ ഇവിടെ വരുന്നത് തന്നെ ഞാൻ ഒരു വലിയൊരു പുണ്യം അല്ലേ? വലിയൊരു സംഭവം. അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെ പല ചില ചലനങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ കണ്ടു വളരുന്ന കുട്ടികളാണ്. ഇതെന്താണെന്ന് അറിഞ്ഞപ്പെടുക. അവൻ്റെ ആ ഭാവനകളും അവൻ്റെ കലാവാസനകളും ഉണരുകയും അവരും കലാകാരന്മാർ, ഇപ്പോൾ ശില്പിയാണെന്ന് ആഗ്രഹിക്കുന്ന പിള്ളേർ അപ്പോൾ ആ രീതിയിലോട്ട് പോയി അവരിപ്പോൾ മാവേലിക്കര ഫൈൻ ആർട്സ് കോളേജിലൊക്കെ ശില്പകലയെ പഠിക്കാം. അല്ല ചില കുട്ടികൾ കൊച്ചിലെ കളിമണ്ണ് കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കും. ചിലർ വെറുതെ ഭിത്തിയിലൊക്കെ പടം വരച്ച് അവൻ്റെ വാസനകൾ അല്ലയോ ആ വാസനകളെ തേച്ച് മിനുക്കി ഇതാകണം. അപ്പോഴേ അവന് അതിൻ്റെ ഉന്നതിയിൽ, അങ്ങനെ ഉന്നതിയിൽ ലക്ഷ്യം കണ്ട ആൾക്കാരാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. നമുക്കറിയാലോ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ, എല്ലാ പിള്ളേർക്കും എല്ലാവർക്കും എന്തെങ്കിലും ഇതുപോലുള്ള കഴിവുകളും കാര്യങ്ങളും കാണും. ആ ഉള്ള കഴിവിനെ അല്ലയോ തേച്ച് മിനിയെടുക്കുക. അണ്ണ പടം വരയ്ക്കുമോ? ഇല്ല, പടം വരയ്ക്കാനുള്ള എക്സർവീസ് ആണോ? അതോ ആണപ്പോൾ ഒരു സർവീസ് ആണോ? അല്ല, മിലിറ്ററി. മിലിറ്ററി എന്താണ്? മിലിറ്ററി അല്ലേ? മിലിറ്ററി സേവനം അനുഷ്ഠിച്ചുകൊണ്ടാണ് ആ പുള്ളി ഇത്ര അതിൻ്റെ ഒരു ഡിസിപ്ലിൻ നമ്മൾ ആ ഒരു പുള്ളിയുടെ അല്ലേ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഉണ്ട്. എന്നാലും തിങ്കളാഴ്ച ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, തിങ്കളാഴ്ച ഇല്ലേ സാധാരണ എല്ലാം ഞായറാഴ്ച. പക്ഷേ ഇവിടെ തിങ്കളാഴ്ച കൊട്ടാരവും കൃഷ്ണപുരം ഈ പിന്നെ ശങ്കർ സ്മാരക കൃഷ്ണപുരം ശങ്കർ സ്മാരക ദേശീയ കാർട്ടൂൺ മ്യൂസിയം നിയർ KTDC മോട്ടലാരാം. നമുക്കറിയാം കൃഷ്ണപുരം സത്യത്തിൽ ഇപ്പം ഇല്ലേ കൃഷ്ണപുരത്തിൻ്റെ പുതിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹമാണ് കൃഷ്ണപുരം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ശങ്കർ സ്മാരക ദേശീയ കാർട്ടൂൺ, പിന്നെ KTDC മോട്ടലാരാം, പിന്നെ നമ്മുടെ തോട്ടവിള ഗവേഷണ കേന്ദ്രം, പിന്നെ തൊട്ടടുത്ത് ഓച്ചിറ അമ്പലം, അല്ലെ കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അങ്ങനെ ഒത്തിരി VHS കൃഷ്ണപുരം എന്തുമാത്രം പിള്ളേർ അവിടെയൊക്കെ പഠിച്ച് ട്രേഡുകൾ പഠിച്ചിട്ടാണ് ഗൾഫിലൊക്കെ പോയി. പക്ഷേ എന്നിട്ട് പോലും കൃഷ്ണപുരം ചില മോശം കാര്യങ്ങളിലൊക്കെ ആൾക്കാർ പറയുന്നത് ഇത്രയും മഹത്തായിട്ടുള്ള സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ടൈം മാറാൻ പോകും. കൃഷ്ണപുരത്തിൻ്റെ ദേശീയപാത വികസനം വന്ന് ആൾക്കാരെല്ലാം അറിഞ്ഞ് ഇവിടുത്തെ നീന്തൽക്കുളങ്ങളൊക്കെ നവീകരിച്ച് ഇല്ലേ അതിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അതിൻ്റെ ഒരു ടൈം മാറാൻ പോകുന്നതാണ് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും എല്ലാവരും വരിക. സത്യം പറഞ്ഞാൽ ഇത്ര അടുത്ത് വന്നിട്ട് എനിക്ക് പോലും ഇപ്പോഴാണ് അവിടെ ഒന്ന് വരാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായി എന്നാണ് നമ്പർ. അണ്ണൻ്റെ പേരെന്താ? മിലിറ്ററിയിൽ എവിടെ? സാധാരണ ആർമി സർവീസ് കോർ അല്ലേ? സർവീസ് കോറിൽ സപ്ലൈസിൽ എത്ര വർഷം സേവനം അനുഷ്ഠിച്ചു? 25 കൊല്ലം രാജ്യത്തിന് വേണ്ടി, 24 കൊല്ലം അല്ലേ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ഒരു മനുഷ്യരാണ്. അവൻ്റെ പേരെന്താ? ഗോപാൽ. എവിടെ വീട്? ഞക്കനാല്. ഞക്കനാല് എന്നൊക്കെ ഇവിടെ വന്ന് വീണ്ടും അല്ലേ 25 വർഷം രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും. പിന്നെ ഇപ്പം വീണ്ടും അദ്ദേഹം ജോലി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട്, അല്ലെ വെറുതെ ഇരിച്ചിട്ട് കാര്യമില്ല, ഇവിടെ വന്ന് നാടിന് വേണ്ടി വീണ്ടും ഒരു സേവനം. പക്ഷേ ഇത് അണ്ണൻ്റെ ഒരു ഭാഗ്യം കൂടെ. കാരണം എന്താ പറയുക, ഈ ശങ്കർ സ്മാരക ഇതുപോലുള്ള ഒരു മഹാന്മാരുടെ വലിയ കലാകാരന്മാരെ കാണാം, വലിയ ആൾക്കാരെ പരിചയപ്പെടാം ഇല്ലേ? അതാണ് ഇവിടെ ജോലി ചെയ്യുന്നത് നമുക്ക് അന്തസ്സായിട്ട് പറയാം. ഞാൻ ശങ്കർ സ്മാരക മ്യൂസിയത്തിൽ വന്ന് അന്തസ്സായിട്ട് പറയാം. ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാം. അപ്പം വളരെ സന്തോഷം. ഓക്കെ, വരുന്നുണ്ട്.
ഓക്കെ, നമുക്ക് വീണ്ടും കാണാൻ. ഇനി ഇത് പറ്റുവാണെങ്കിൽ ഞാനിവിടെ പ്രദർശനത്തിനകത്ത് വന്ന് പാസ് എടുത്തിട്ട് വേണേൽ ഒരു മഹത്തായിട്ടുള്ളതാണ് ഇതുപോലുള്ള സൃഷ്ടികൾ. ഓരോ ആൾക്കാരില്ലണ കൈകൊണ്ടൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെ സഹായി കാണും. ഭയങ്കരമായ സൃഷ്ടികൾ മനസ്സിലേ, മനുഷ്യ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടേ കാണാൻ വയ്യാണ്ട. ആനയുടെ ശില്പമൊന്നും ശരിക്ക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും വരാം. നെക്സ്റ്റ് വീഡിയോ കമോൺ. ഐ ലൈവ് ഓൾ വേൾഡ്. എൻജോയ്. ഓക്കെ.